ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. US-ഇസ്രായേൽ സംയുക്ത സേന വ്യോമാക്രമണമാണ് നടന്നിട്ടുള്ളത്. ടെഹ്റാന്റെ 4 ഇടങ്ങളിലാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ തുടങ്ങിയ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അയത്തുള്ള അലി ഖാംനെയെ ലക്ഷ്യമിട്ടുകൊണ്ടുകൂടിയുള്ള ആക്രമണങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകും, ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ആശങ്ക പശ്ചിമേഷ്യയിലാകെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ച് എങ്ങനെയാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ വിലപ്പെട്ട വിവരങ്ങൾ കൂടിയായിരിക്കും. ഇനി എന്ത് സംഭവിക്കും ലോകക്രമത്തിൽ, എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. VK സുഹൈൽ തുടരുന്നുണ്ട്. സുഹൈൽ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ആക്രമണ വിവരം പുറത്തു വരുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, അതിനു പുറമെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് എന്തൊക്കെയാണ് ഇറാനെ സംബന്ധിച്ച് സാധ്യമായിട്ടുള്ള തിരിച്ചടികൾ എന്നാണ്. അവർക്ക് ബാലിസ്റ്റിക് മിസൈലുണ്ട്, ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, എണ്ണ വ്യാപാരമൊക്കെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത. അങ്ങനെ എന്തൊക്കെ സാധ്യമായ തിരിച്ചടികൾ നിലവിൽ ഇറാന്റെ മുന്നിലുണ്ട്? ജിൽസി, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കഴിഞ്ഞ 4 ദശകത്തിനുള്ളിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനിൽ കഴിയാത്തത് ഇപ്പോൾ കഴിയും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ഭാഗത്ത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയൊക്കെ പൊക്കിക്കൊണ്ടു പോയതുപോലെ ഖാംനായിയെ കൊണ്ടുപോകും, ഖാംനായിയെ വധിക്കും, അതേപോലെ തന്നെ അവിടെയുള്ള ഭരണത്തെ ആകെ മാറ്റും എന്നൊക്കെ ഭീഷണി മുഴക്കുകയാണ്. കുറച്ച് സമയം മുമ്പ് പോലും ഡൊണാൾഡ് ട്രംപിൻ്റെതായി വന്ന വീഡിയോ സന്ദേശത്തിൽ പോലും നമ്മൾ കണ്ടത് അവിടെയുള്ള ഭരണമാറ്റത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നു എന്ന സൂചനയാണ്. ജനങ്ങൾ ഫ്രീഡത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവനാഴിയിൽ അവസാനത്തെ അസ്ത്രവും പ്രയോഗിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അത് തകർക്കാനാണ് ഒരു ഭാഗത്ത് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും അതിനു മുമ്പ് അവർ ഇസ്രായേലിന് നേരെ ഒരു അറ്റാക്ക് നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലി നഗരങ്ങൾ മുഴുവനും വളരെ അലർട്ടായിരിക്കുന്നത്. ആളുകളെല്ലാം ഏത് സമയവും ബങ്കറുകളിൽ പോകാൻ ഒരുങ്ങിയിരിക്കണം എന്ന സൂചനകൾ ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പാട്രിയറ്റ് താഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന് ചുറ്റും അമേരിക്ക ഇപ്പോൾ നിയോഗിച്ചിട്ടുമുണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളുള്ള US ബേസുകളെ അടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഖത്തറിലും ബഹ്റൈനിലും UAEയിലും സൗദിയിലും ഒക്കെയുള്ള US ബേസുകളാണ്. ആ ബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് സൈനിക കേന്ദ്രങ്ങളിലേക്ക് അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ അറ്റാക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുള്ള ശേഷി ഇറാനുണ്ട് എന്ന് ഇറാൻ തെളിയിച്ചതാണ്. എന്ന് മാത്രമല്ല, പലതവണ ഇറാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ് ഇറാന് നേരെ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ അറ്റാക്ക് നടത്തുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് അഭ്യർത്ഥിച്ചത്, ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, സമവായത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറയുകയും പലതവണയുള്ള ചർച്ചകളിലേക്ക് മുൻകൈയെടുത്തതുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ ഇനി ആ ഒരു അറ്റാക്കിലേക്ക് മുതിരുക എന്നുള്ളത് തീർച്ചയായും ഇറാൻ്റെ കൈവശമുള്ള ഒരായുധം തന്നെയാണ്. മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നിൽക്കുന്ന, പ്രധാനപ്പെട്ട ഒരു കപ്പൽ പാതയായി നിൽക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ സാമ്പത്തിക രംഗത്തെ താളം തെറ്റിക്കാൻ ഇറാന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ചും എണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട പാതയാണ് ഹോർമുസ് കടലിടുക്ക് കടന്നു പോകുന്നത്. അത് അടക്കുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ കൈ എന്ന രൂപത്തിൽ ഇറാൻ പ്രയോഗിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ മേഖലയിലായിരുന്നു ഇറാൻ്റെ ഏറ്റവും വലിയ സൈനിക അഭ്യാസം നടന്നിട്ടുള്ളത്. റഷ്യ കൂടി അതിൽ പങ്കാളികളായി. അപ്പോൾ റഷ്യയും ചൈനയും ഇറാൻ്റെ കൂടെ എത്രത്തോളം നിൽക്കും എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഈ സന്ദർഭത്തിൽ ഈ മേഖലയിലെ പശ്ചിമേഷ്യയിലെ റഷ്യയുടെയും ചൈനയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ഇറാൻ. ഇറാനിലെ ഭരണകൂടം തകർന്നു കഴിഞ്ഞാൽ ചൈനക്കും റഷ്യക്കും ഈ മേഖലയിൽ ഇറങ്ങിക്കളിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ അടയും. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും പക്ഷേ പ്രത്യക്ഷമായ ഒരു സഹായം ഇല്ല എങ്കിലും പരോക്ഷമായി എല്ലാവിധ സഹായവും ഇറാന് ഈ 2 രാജ്യങ്ങളും നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് അടക്കുക, അതേപോലെ തന്നെ അമേരിക്കയുടെ താവളങ്ങളെ, GCC രാഷ്ട്രങ്ങളുള്ള അമേരിക്കൻ താവളങ്ങളെ അറ്റാക്ക് ചെയ്യുക, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക തുടങ്ങിയവയായിരിക്കും അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത്.
അതേത് സമയവും അവർ എടുത്തുപയോഗിക്കും. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് നടത്തിയിട്ടുള്ള ഈ അറ്റാക്ക് അമേരിക്കയും ഇസ്രായേലും ദീർഘകാലമായി നടത്തിയിട്ടുള്ള വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഈ ദിവസം തന്നെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് അവർ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വരികയാണ്. ഈ സമയം ഇറാനിലെ എല്ലാ മീഡിയ ഔട്ട്ലെറ്റുകൾക്ക് നേരെയുള്ള ഒരു സൈബർ അറ്റാക്ക് കൂടി ഇതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ പുറമേക്ക് കാണുന്ന ഭീകരാന്തരീക്ഷമോ അല്ലെങ്കിൽ ബോംബുകളോ മാത്രമല്ല, ഇറാനെ തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയ, പ്രത്യേകിച്ചും അവരുടെ ഇറാൻ സർക്കാരുകൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന മീഡിയകളെ മുഴുവനും ഒരു സൈബർ അറ്റാക്ക് കൂടി നടത്തിയിട്ടുണ്ട് എന്ന് തസ്നീം അടക്കമുള്ള ഇറാനിലെ വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറാന് അവരുടെ ജനങ്ങൾക്കെങ്കിലും ഇറാന്റെ ഒരു ഭാഷ്യം അറിയിക്കുവാനും അവരുടെ ഒരു സർക്കാർ ഭാഷ്യം അറിയിക്കാനുള്ള സംവിധാനങ്ങളെ കൂടി അമേരിക്കയും ഇസ്രായേലും അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ തിരിച്ചടികൾ പലതുണ്ട് മുൻപിൽ. ഇത് ഏത് വഴി പ്രയോഗിച്ചാലും അത് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കാനും വലിയ തരത്തിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്നവയാണ്. ഇറാന്റെ ഭാഗത്ത് അത്തരം ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് ലോകം വളരെ ഭയത്തോടുകൂടെ വീക്ഷിക്കുന്നത്.